സർ, പ്രയാഗ്രാജിലെ ഈ കുംഭമേളയ്ക്കിടെ ഒരു കുടുംബത്തിന് 30 കോടി രൂപ ലാഭം കിട്ടിയെന്നാണ് കണക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട് UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് UP നിയമസഭയിൽ പറഞ്ഞത്. എന്താണ് ഇതിൻ്റെ വാസ്തവം? നമ്മൾ കുംഭമേളയ്ക്ക് മുമ്പേ കുംഭമേള നടന്നു. അതിനുമുമ്പ് സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ ഒരു പ്രതിമ നമ്മുടെ എവിടെ ഗുജറാത്തിൽ വെച്ചായിരുന്നു. ആ സമയത്ത് വലിയ തർക്കം, ലോകത്തെ ആളുകളൊക്കെ ഇവിടെ സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ തർക്കം നിന്നു. ഇത്രയും വലിയ പ്രതിമ വെച്ചാൽ ആ പട്ടിണി മാറുമോ, ആ പൈസ എടുത്ത് വളരെ കൊടുത്തുകൂടെ എന്നൊക്കെ ചോദിച്ചു. ഇന്ന് അവർ 8000 കോടി രൂപയ്ക്ക് മറ്റാണ് അത് വെച്ചത്. ഇന്നൊരു 8 ലക്ഷം കോടി രൂപയെങ്കിലും അവർ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് നല്ല ടൂറിസ്റ്റ് പോയിൻ്റായിട്ട് എന്തോരം ബിസിനസ് ഓപ്പർച്യൂണിറ്റിയാണുള്ളത്. അതുപോലെ കുംഭമേളയ്ക്ക് ചിലവാക്കിയ ഒരു 8000-10000 കോടി രൂപ ചിലവാക്കിയിട്ടുണ്ടെങ്കിൽ 2 ലക്ഷം 3 ലക്ഷം കോടി രൂപയാണ് വരുമാനമായി വന്നിരിക്കുന്നത്. 66 കോടി ആളുകൾ അവിടെ നിന്ന് നടന്നു വന്നവരല്ലല്ലോ. അവർ ഫ്ലൈറ്റിൽ വന്നവരുണ്ട്. 5000 രൂപ മുതൽ 2 ലക്ഷം രൂപ വരെയുള്ള അക്കോമഡേഷൻ സംവിധാനത്തിൽ താമസിച്ചവരുണ്ട്. AC സംവിധാനമൊക്കെ വെച്ച് താമസിച്ചവരുണ്ട്. സ്റ്റാർ ഹോട്ടലിലൊക്കെ നല്ല പൈസയായിരുന്നല്ലോ ഈ സമയത്ത്. വാഹനങ്ങൾ, ബൈക്ക്, ഈ ബോട്ട് പോലെ തന്നെ പ്രധാനം വരുന്ന ബൈക്ക്. ഒരു സ്ഥലത്ത് നിന്ന് അടുത്ത സ്ഥലത്തേക്ക് ബൈക്കിൽ കൊണ്ടുപോകും. നമ്മളെ ഒറ്റയ്ക്ക് ബാക്കിൽ കയറിയിരുന്ന കൊണ്ടുപോകും. ബൈക്ക്, ബോട്ട്, പിന്നെ അതുപോലെ ഈ പൂജാതി കർമ്മസാധനമൊക്കെ വാങ്ങിച്ച് കാണുമല്ലോ. അവിടുത്തെ പൂവ്, മറ്റു കാര്യങ്ങളൊക്കെ മേടിച്ചു. അപ്പോൾ കോടാനുകോടി രൂപയുടെ ബിസിനസ്സാണ് ഇവിടെ നടന്നത്, പ്രയാഗ്രാജ് നടന്നത്. ഇതും അതിൻ്റെ ഭാഗമായി നമ്മൾ കാണണം. നമുക്കെന്തായാലും ആത്മീയതയൊന്നും എടുത്തെറിയാനൊന്നും പറ്റുന്നതല്ലല്ലോ. അതൊക്കെ ആളുകളുടെ മനസ്സിലും ചിന്തയിലൊക്കെ കിടക്കുന്ന വിഷയങ്ങളാണ്. അപ്പോൾ ഇതിനെ വളരെ ഗൗരവമായി ചെയ്തപ്പോൾ ഇപ്പോൾ യോഗി ആദിത്യനാഥ് അസംബ്ലി പറഞ്ഞൊരു കണക്കാണ് 30 കോടി രൂപ. ഒരു ബോട്ടിൻ്റെ ആൾ 100-150 ബോട്ടുള്ള ഒരാൾ 30 കോടി രൂപ ഉണ്ടാക്കിയത്. ചെറിയ കാര്യമല്ലത്. അപ്പോൾ വലിയ ബിസിനസ്, അതായത് ഈ ബിസിനസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കച്ചവടം എന്ന് പറയുമ്പോഴാണ് നമ്മൾ കേൾക്കുമ്പോൾ, മലയാളിക്ക് കേൾക്കുമ്പോൾ കച്ചവടം എല്ലാം കച്ചവടമാണ്. വ്യാപാരം എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ ദൈവം കച്ചവടമാണ്. ബിസിനസ് മോഡൽ എന്ന് പറഞ്ഞാലോ, ബിസിനസ് മോഡൽ ജീവിക്കുക നമ്മൾ കേട്ടിട്ടില്ലേ? എന്ന് പറഞ്ഞാൽ ഒരു അച്ചടക്കം കൂടെ ഉണ്ട് അതിനകത്ത്. ബിസിനസ്സിന് വേറൊരു അർത്ഥം കൂടെ ഉണ്ട്. ഒരു അച്ചടക്കം, അല്ലെങ്കിൽ വേറൊരു വ്യവസ്ഥാപിതമായ രീതി എന്നുള്ള അർത്ഥത്തിൽ എടുക്കണം നമ്മൾ. അപ്പോൾ വളരെ കൊടുക്കൽ വാങ്ങലിന്റെ വ്യവസ്ഥാപിത രീതിയാണ്. അല്ല ലേലം വിളിച്ച് കൊടുക്കണതല്ല. മനസ്സിലായി? ഇതൊരു വ്യവസ്ഥാപിത രീതിയാണ് ബിസിനസ് എന്ന് പറയുമ്പോൾ. അതുപോലൊരു വ്യവസ്ഥാപിത രീതിയിലുള്ള ആത്മീയമായ കാര്യങ്ങൾ ഇതുപോലെ നടക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അത് കോടിക്കണക്കിന് രൂപയുടെ 2 ലക്ഷം കോടി എന്നൊക്കെ പറഞ്ഞാൽ ചെറിയ പൈസയല്ലല്ലോ. നമുക്ക് പറയാൻ ചുമ്മാ ഒരു സെക്കൻഡ് കൊണ്ടൊക്കെ പറഞ്ഞാൽ മതി. പക്ഷേ കോടി എത്ര രൂപയാണ് അത്? ഇപ്പോൾ ഒരു സ്റ്റേറ്റിന് അത് കിട്ടുന്നു. അയോധ്യ വന്നപ്പോൾ എത്ര രൂപയാണ് അവർക്ക് കിട്ടുന്നത്? സ്പിരിച്വൽ ടൂറിസം വളരെ പ്രധാനമാണ്. ഇപ്പോൾ ഉദാഹരണം ശബരിമല, എത്ര കോടി? 400 കോടി 500 കോടിയൊക്കെയാണ് ഗവൺമെൻറ്റിനോട്ട് അങ്ങോട്ട് കൊടുക്കുന്നത്. ശബരിമല മാത്രമല്ല, ശബരിമല ഉത്സവം വരുമ്പോൾ ബാക്കി ഇപ്പോൾ എല്ലാ ക്ഷേത്രങ്ങളിലും അവർ വന്ന് കാണും. അവരെല്ലാ ക്ഷേത്രങ്ങളിലും പോകും. ആ പത്മനാഭ ക്ഷേത്രം, മാറ്റുകൾ ക്ഷേത്രം, എവിടെയും അവർ പോകും. ശബരിമലയിലേക്ക് മാത്രമായിട്ടല്ല വരുന്നത്. ഒരു സ്പിരിച്വൽ പരിപാടിയാണ് അവർ വരുന്നത്. ലക്ഷക്കണക്കിന് രൂപയല്ലേ ബിസിനസ്സിൽ നടക്കുന്നത്, കോടിക്കണക്കിന് രൂപയല്ലേ. അതൊന്നും നടക്കട്ടെ. ആളുകളുടെ എക്കണോമിക് ആക്ടിവിറ്റിയും കൂടെയാണ്. ആളുകളെ പണം ഇരുന്നിട്ട് എന്ത് ചെയ്യാൻ? വിശ്വാസികളിൽ പണം വെച്ചുകൊണ്ടിരുന്നിട്ട് എന്താ പറയുക? ഞാൻ പറഞ്ഞ ഉത്സവങ്ങളൊക്കെ നടക്കണമെന്നേ. ഈ ഉത്സവങ്ങളൊക്കെ നടക്കാതിരുന്ന കുഴപ്പം എന്താണെന്നറിയാവോ? ഈ രാജ്യത്ത് മയക്കുമരുന്നും. ഇപ്പം ഞാൻ എൻ്റെ നാട്ടിൽ തന്നെ 2 അമ്പലമുണ്ട്, ഒരു അമ്പലമുണ്ട്, 2 ക്ലബ്ബുകാർ. ഞാൻ ചെറിയ ഉദാഹരണം പറഞ്ഞു. പ്രയാഗ്രാജ് വലിയ കാര്യമാണ്. കുറച്ച് ചെറുപ്പക്കാരാണ് എൻ്റെ വീട്ടിൽ വന്ന് പൈസ ചോദിച്ചു. ഞാൻ പൈസ കൊടുക്കും. ഇതൊന്നും ഇല്ലെന്ന് വിചാരിക്കും. ആ ചെറുപ്പക്കാർ ഈ ആക്ടിവിറ്റി ഒന്നും ഇല്ലെന്ന് വിചാരിക്കും. അവരെങ്ങോട്ടാണ് പോണേ? അവർ മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും പെൺകുട്ടികളെ ശല്യം ചെയ്യാനും, പഠിച്ചവർക്കെല്ലാം ഇവിടെ തൊഴിൽ കിട്ടുന്ന രാജ്യമല്ലേ ഇവിടെ. പിന്നെ കംപ്ലീറ്റ് ആളുകൾക്ക് തൊഴിൽ കൊടുക്കില്ല, ഒന്നുമില്ലല്ലോ. അവർ തട്ടിപ്പറങ്ങി നടക്കുന്നതിനേക്കാൾ ഇതുപോലത്തെ കാര്യങ്ങളിൽ അവർ ഇൻവോൾവ് ചെയ്യട്ടെ. ഒരു സാമൂഹ്യ സേവ എന്നുള്ള എക്കണോമിക് ആക്ടിവിറ്റിയിലാണ് ഇൻവോൾവ് ചെയ്യട്ടെ. ചെറുപ്പക്കാരൊക്കെ ഇതുപോലത്തെ ആക്ടിവിറ്റികളിൽ ഇൻവോൾവ് ചെയ്യട്ടെ. ഉത്സവം നടത്തട്ടെ. ആളുകൾക്ക് സന്തോഷം പറ്റേ. സോഷ്യൽ ഇടങ്ങൾ ഉണ്ടാവട്ടെ എന്ന്. ഈ ജാതിയും മതമൊക്കെ എങ്ങനെയാണ് മനുഷ്യനിൽ നിന്ന് പോകുന്നത്? പരസ്പരം കൂടുതൽ അടുക്കുമ്പോഴല്ലേ. അതെ, പന്തിഭോജനം നടത്തിയതിന്റെ പ്രിൻസിപ്പിൾ എന്താണ്? എല്ലാവരും കൂടെ അടുത്തിരുന്ന് ഭക്ഷണം കഴിക്കട്ടെ എന്നല്ലേ. അല്ലെ തിയറിയിൽ എഴുതി വെച്ചുകൊണ്ട് കാര്യമില്ലല്ലോ. ജാതി മതമൊക്കെ പോവോ? ഈ ചിന്ത പോവില്ല. അപ്പൊ സോഷ്യൽ ഇടങ്ങൾ ഉണ്ടായി വരണം, സാമൂഹ്യമായ കേന്ദ്രങ്ങൾ ഉണ്ടായി വരണം. അത് വെറുതെ സാമൂഹ്യ കേന്ദ്രമായാൽ പറ്റത്തില്ല. അതൊരു സാമ്പത്തികമായ ഇടപാടുകൾ ഒരുപാട് നടക്കുന്ന കേന്ദ്രങ്ങൾ കൂടി, ഒരു ആഘോഷത്തിന്റെ പശ്ചാത്തലം ഉണ്ടാവണം. അവിടെ എക്കണോമിക് ആക്ടിവിറ്റി ഉണ്ടാവണം, അനുഷ്ഠാനത്തിന്റെ സ്വഭാവം ഉണ്ടാവണം, ആഘോഷത്തിന്റെ സ്വഭാവം ഉണ്ടാവണം, അനുഷ്ഠാന സ്വഭാവം, ഒരു ആചാരത്തിന്റെ സ്വഭാവം ഉണ്ടാവണം. അപ്പൊ അതിനകത്തൊരു അച്ചടക്കം കൊണ്ടുവരും. പിന്നെ സാമ്പത്തികമായിട്ടുള്ള സമ്പത്തിന്റെ ഒരു പുനർവിതരണം നടക്കും. ആളുകളെ പണം വരുന്നിട്ട് വല്ല കാര്യമുണ്ടോ? ഇല്ല. അത് കൈമറിഞ്ഞ് പോണ്ടേ. അപ്പൊ കൈമറണമെങ്കിൽ ചുമ്മാ ആളുകൾ പൈസ കൊടുക്കും? ഇല്ല. സംഭാവന കൊടുക്കണ ചെറിയ പൈസ ആയിരിക്കും കൊടുക്കുന്നത്. അതേസമയം വലിയ ഇതുപോലത്തെ കാര്യങ്ങൾ നടത്താം. അതുപോലെ അന്നദാനം പോലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്യാണ് വേണ്ടത്. സോഷ്യൽ ഇടങ്ങളെ അല്ലെങ്കിൽ എക്കണോമിക് ആക്ടിവിറ്റികളെ ഏതിൻ്റെ പേരിൽ നടന്നാലും
അത് സപ്പോർട്ട് ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗിന്റെ ഭാഗമാണ്. അത് സപ്പോർട്ട് ചെയ്യണമെന്ന് പറയുന്നത് അതാണ്. ഇപ്പൊ അങ്ങ് ചോദിക്കും മന്ത്രവാദം വേറെയാണ്, അത് വേറെ. പ്രേതം ഭൂതം മന്ത്രം അതൊക്കെ വേറെ വിഷയമാണ്. അനാശാസ്യ പ്രവർത്തനം, ഇപ്പൊ അശ്ലീല കാര്യങ്ങളൊക്കെ ഉണ്ട്, സെക്ഷൽ ടൂറിസം ഇങ്ങനെയൊക്കെ ഉണ്ട്. അതൊക്കെ മാറ്റി. സെക്ഷൽ ടൂറിസം പോലും ഒരു എക്കണോമിക് ആക്ടിവിറ്റി ആയിട്ട് പല രാജ്യങ്ങളും ചെയ്യുന്നുണ്ട്, അത് വേറെ വശത്ത് നിൽക്കട്ടെ. പക്ഷെ അല്ലാതെ തന്നെ നമുക്ക് ഇത്തരം കാര്യങ്ങളെ വളരെ സ്പിരിച്വൽ ടൂറിസം എന്നൊക്കെ പറയുന്നത് നമുക്ക് ചിന്തിക്കേണ്ട കാര്യങ്ങളാണ്. പാറ്റുകാൽ പൊങ്കാല വരുന്ന സമയത്ത് ഗവൺമെന്റിന് പാറ്റുകാൽ പൊങ്കാലയാണ് 13-ാം തീയതി പൊങ്കാല വരുന്നത്. ഇതുമായി ബന്ധപ്പെടുത്തി കേരള ഗവൺമെന്റിനൊക്കെ ആലോചിക്കാവുന്നതാണ്. എത്രയോ ആളുകളാണ് വടക്ക്, ലക്ഷക്കണക്കിന് സ്ത്രീകളാണ് വന്നു പോകുന്നത്. അതെ, അങ്ങനെ ഒരു സംവിധാനം ഇല്ലെങ്കിൽ സ്ത്രീകളൊക്കെ പുറത്തിറങ്ങുന്ന, അവർക്ക് സ്വാതന്ത്ര്യം എന്നൊക്കെ പറയുന്നത് കിട്ടുന്നത് സമരത്തിന് പോയിട്ട് മാത്രമല്ല, ആഘോഷിക്കാൻ കിട്ടുന്ന ഒരു അവരുടെ ആഘോഷം, അവരുടെ സന്തോഷം, അതൊക്കെ കൂടെ വരട്ടെന്നേ. അപ്പോൾ അതുകൊണ്ട് ആളുകൾ വല്ല അന്ധവിശ്വാസികളാവും? ഒന്നുമില്ല. അപ്പം നമ്മൾ യുക്തിക്ക് നിരക്കുന്ന കാര്യങ്ങൾ, പിന്നെ യുക്തിക്ക് നിരക്കുന്ന സ്വാതന്ത്ര്യമുള്ള രാജ്യമല്ലേ. ഒരു 66 കോടിയിൽ 66 പേരെ പോലും കമ്പനിയിൽ ചെയ്തിട്ടില്ല, അങ്ങോട്ട് വിളിച്ചിട്ടില്ല. അവിടെ ചെന്ന സ്വർഗം കിട്ടുമെന്ന് പറഞ്ഞിട്ടില്ല. ഇപ്പോൾ കാശിയിലൊക്കെ പോയാൽ പിന്നും പറയാറുണ്ട് മോക്ഷം കിട്ടുമെന്ന്. ഇവിടെ അങ്ങനെ ആരെയും വിളിച്ചില്ലല്ലോ. അതെ, ഇത് വല്ലാത്തൊരു PR വർക്കൊക്കെ നടന്നിരിക്കും ആളുകളെ വിളിക്കാനായിട്ട്. പക്ഷേ ഇത് വളരെ ഗൗരവമായി നടന്നൊരു സാമ്പത്തിക എക്കണോമിക് ആക്ടിവിറ്റി കൂടിയാണ്. ഈ 30 കോടി എന്ന് പറഞ്ഞ ഒരാളിൻ്റെ കഥയാണെങ്കിൽ ആയിരക്കണക്കിന് ആളുകൾക്ക് അവിടെ തൊഴിൽ കിട്ടി. അതിൻ്റെ ബാക്കി പത്രമായിട്ട് അവിടെ കിടപ്പുണ്ട്. അപ്പോൾ ഗവൺമെൻറ്റിന് കിട്ടി, സംവിധാനങ്ങൾക്ക് കിട്ടി, വലിയ പണം വ്യക്തികൾക്ക് കിട്ടി, കുടുംബങ്ങൾക്ക് കിട്ടി. മുസ്ലിങ്ങൾ, ഞാൻ അയോധ്യയിലൊക്കെ പോയിട്ടുള്ളതാണ്, ഈ പ്രയാഗരാജിലൊക്കെ എത്രയോ മുസ്ലിങ്ങളാണ് അവിടെ ബിസിനസ് ചെയ്യുന്നത്. അവർക്കത് പണമല്ലേ. ഇവിടെ കേരളത്തിൽ മറ്റേ സാമ്പ്രാണിത്തിന് വിൽക്കുന്ന ഒരു മുസ്ലിം കമ്പനി ഉണ്ടല്ലോ, കോയ തിരികൾ, അതേ മുസ്ലിമാണ്. ശബരിമല സീസണിലൊക്കെ എത്ര കോടി രൂപയാണ് പുള്ളി ഉണ്ടാക്കുന്നത്. അപ്പോൾ എത്രയോ പിന്നെ മുസ്ലിങ്ങൾക്ക് ഹിന്ദു പേരിൽ ഹോട്ടലുകളുണ്ട്, അന്നപൂർണ എന്നൊക്കെ പറഞ്ഞിട്ട്. മുസ്ലിങ്ങൾക്കാണ് ഹോട്ടൽ, വെജിറ്റേറിയൻ ഹോട്ടൽ അന്നപൂർണ. നടത്തുന്നത് ആരാണ്? മുസ്ലിമാണ്. അവർ ഹിന്ദുക്കൾക്ക് എല്ലാം ഭൂരിപക്ഷമുള്ള പ്രദേശത്ത് വെജിറ്റേറിയൻ ഹോട്ടൽ അങ്ങ് നടത്തുകയാണ്. വെജിറ്റേറിയൻ ഹോട്ടലിന് ആ പേരിട്ടു. ആളുകൾ വരട്ടെ എന്ന് വിചാരിച്ചു. അത് നമ്മൾ തെറ്റൊന്നും പറയണ്ട, അവർ പേരിട്ടല്ലോ. അതെ, പക്ഷെ ബിസിനസ്സാണ്. അപ്പം വലിയ ബിസിനസ്, തൊഴിലും കിട്ടും. അതിനകത്ത് ജാതി ഇല്ലെന്ന് ഞാൻ പറഞ്ഞു, മതവും ഇല്ല. ഇപ്പോൾ കുംഭമേളയിൽ അവിടെ നടത്തുന്ന ടാക്സി ഡ്രൈവർ, അയാളെ ജാതി നോക്കിയിട്ടാണോ മതം നോക്കിയിട്ടാണോ ടാക്സി ഡ്രൈവർ വണ്ടി ഓടിച്ചത്? അല്ല. അപ്പോൾ അവിടെ മുസ്ലിംസ് ധാരാളം ഉള്ള സ്ഥലമാണ് UP. നല്ല പങ്കാളിത്തം, നന്നായി മുസ്ലിംസ് ഉള്ള ഏരിയയാണ്. അവർക്കും ബിസിനസ് കിട്ടും. അപ്പോൾ ആക്ടിവിറ്റി നടക്കട്ടെ, ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടാവട്ടെ. അത് ഒരു എക്കണോമിക് ആക്ടിവിറ്റിയും കൂടെയാണ്, വേറെ സ്പിരിച്വാലിറ്റി മാത്രമല്ല, ഒരു എക്കണോമിക് ആക്ടിവിറ്റി കൂടിയാണ് ഇത്തരം കാര്യം. ഉത്സവങ്ങൾക്ക് എത്ര ആളുകൾക്കാണ് ഓരോ സ്ഥലത്ത് ഉത്സവങ്ങൾക്ക് ബലൂൺ കച്ചവടം തൊട്ട് കുപ്പിവെള്ള കച്ചവടം തൊട്ട് പായസ കച്ചവടം എന്തൊക്കെയാണ് നടക്കുന്നത് ഒരു ഉത്സവത്തിൽ. ഇപ്പോൾ ഉത്സവങ്ങൾ കലാമേളകളുണ്ട്, ഈ കാർഷിക പ്രദർശനവും കലാമേളയൊക്കെ ഉണ്ട്. ഇതെല്ലാം നടത്തട്ടെ. കാർഷിക ഉൽപ്പന്നങ്ങൾ പണ്ട് കാലത്ത് അങ്ങനെയൊക്കെ തന്നെയാണ് വന്നത്. കരകൗശല ഉൽപ്പന്നങ്ങൾ, ഈ ക്ഷേത്രങ്ങളൊക്കെ ആൾ കൂടുന്ന സ്ഥലത്ത് ഇതൊക്കെ കൊണ്ടുവയ്ക്കണമെന്നേ. കല, സംസ്കാരം ഇതെല്ലാം പറയുന്ന സ്ഥലം കൂടെയാണ് ക്ഷേത്രം. അവിടെ അനാചാരമൊന്നും അല്ലല്ലോ പറയുന്നത്. ഇപ്പോൾ സാംബശിവനെ പോലെയുള്ള ആളുകളുടെ കഥാപ്രസംഗം, ഹർഷകുമാറിന്റെ കഥാപ്രസംഗം, അതുപോലെ തന്നെ അയിലൗണ്ണികൃഷ്ണൻ, ഇങ്ങനെ കുറേ കഥാപ്രസംഗങ്ങൾ, ക്ഷേത്രകലകളുടെ അവതരണം, പിന്നെ നാടകങ്ങൾ, ബാലകൾ, ഇതെല്ലാം നടത്തി നാടല്ലേ നമ്മൾ. അപ്പോൾ തീർച്ചയായിട്ടും എക്കണോമിക് ആക്ടിവിറ്റി കൂടെയാണ്. ഒരുപാട് പേരുടെ ജീവിതമാർഗമാണ്, മുന്നോട്ട് പോകും. കലയുടെയും സംസ്കാരത്തിന്റെയും വേദിയാണ്. ആളുകളിൽ പുതിയ ചിന്ത ഉണ്ടാവും. അക്രമം വല്ലാതെ കുറയുമല്ലോ. അക്രമം, അരാജകത്വം കുറയും രാജ്യത്ത്. സ്ത്രീകളോടുള്ള കാഴ്ചപ്പാട് അങ്ങ് പറഞ്ഞപ്പോഴാണ് എനിക്കൊരു കാര്യം ഓർമ്മ വന്നത്. ഈ കുംഭമേളയിൽ എങ്ങും ഒരു പിടിച്ചുപറിയോ അല്ലെങ്കിൽ സ്ത്രീകളെ ശല്യപ്പെടുത്തലോ അങ്ങനെ ഒരു കേസ് പോലും റിപ്പോർട്ട് ചെയ്യപ്പെട്ടതായിട്ട് മാധ്യമങ്ങൾക്കൊന്നും വിവരം ലഭിച്ചിട്ടില്ല. സാധാരണ വരേണ്ടതാണ്. അതെ, ഇത്രയും ആള് കൂടുന്ന സ്ഥലത്ത് ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ സാധ്യത. നടന്ന ഒരു റെയിൽവേ അപകടവും കുറച്ച് പേര് മരിച്ച റെയിൽവേ അപകടം ഇവിടെ തിക്കും തിരക്കിലും പെട്ടതാണ്. അല്ലാതെ ഈ പറഞ്ഞ കേസൊന്നും വന്നില്ല. കഞ്ചാവ് പിടിച്ചില്ല, അവിടെ സ്ത്രീകളുടെ ആക്രമിച്ച കേസ് വന്നില്ല. മോഷണം, ഇത്രയും ആളുകൾ വരുമ്പോ എന്തുമാത്രം മോഷണം നടക്കും. സ്വാഭാവികമാണ്. ആളുകളല്ലേ, കള്ളന്മാരും വരുമല്ലോ അതിനകത്ത്. പക്ഷെ അതൊന്നും റിപ്പോർട്ട് ചെയ്ത് കണ്ടില്ലല്ലോ. അപ്പോൾ ഒരു അച്ചടക്കം മനഃപൂർവ്വം റിപ്പോർട്ട് ചെയ്യാതെ പോയതല്ലോ. ചെറിയ കാര്യമാണെങ്കിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുമല്ലോ. കാരണം ഒരുപാട് പേര് വളരെ സൂക്ഷ്മമായിട്ട് ഇതിനെ കുറ്റപ്പെടുത്താൻ നോക്കിയിരിക്കുകയാണ്. ചെറിയ വീഴ്ച കിട്ടിയാൽ മതിയായി വരുമല്ലോ. അത് മാത്രമല്ല, ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ 66 കോടി ആളുകളോട് പങ്കെടുത്തിൽ 6-7 പേർക്ക് ഈ വയറ്റിന് അസുഖം വന്നെന്നൊക്കെ പറഞ്ഞൊരു അതുപോലും വലിയ വാർത്തയാക്കിയ നാടാണ് നമ്മൾ, അത്രയും പേര് പോയ സ്ഥലത്തെ. അപ്പൊ അതൊന്നും ഒരു കാര്യമില്ല. വലിയ എക്കണോമിക് ആക്ടിവിറ്റിയാണ്. പട്ടേലിന്റെ പ്രതിമയായാലും ഇതായാലും ഇതുപോലത്തെ കാര്യങ്ങൾ, ഉത്സവങ്ങളൊക്കെ സാമ്പത്തികമായിട്ട് ആളുകൾക്ക്. പിന്നെ പഴയ നമ്മുടെ ചരിത്രം എന്താ? വിത്ത് വിതച്ചാൽ ഉത്സവം, വിത്ത് കൊയ്താൽ ഉത്സവം, എല്ലാ ഉത്സവം അല്ലേ നമ്മൾ. സന്തോഷമാണ് മനുഷ്യൻ പങ്കുവെക്കുന്നത്. മനുഷ്യൻ ഈ ഭൂമിയെ വന്നതിനാ. വിതയ്ക്കലിന് ഉത്സവം, എല്ലാ ഉത്സവമാണ്. മെതിക്കാൻ ഉത്സവം, എല്ലാം. ഞാൻ കൊച്ചു ഉദാഹരണം പറഞ്ഞ് അവസാനിപ്പിക്കാം, നമുക്ക് സമയമാവുന്നുണ്ട്. രണ്ടുപേരോട് ബസ്സിൽ യാത്ര ചെയ്യാൻ തീരുമാനിച്ചു. ഒരാളൊരു യുക്തിവാദിയും, അങ്ങനെ എല്ലാ ശാസ്ത്രവും യുക്തിയും ചിന്തിക്കുന്ന ആൾ, ഒരാൾ സാധാരണ മനുഷ്യൻ.
യുക്തിവാദി കയറിയ സമയം തൊട്ടേ ആലോചിക്കണം, ഡ്രൈവറുടെ ലൈസൻസ് ഉണ്ടോ, ഡ്രൈവറുടെ ക്വാളിറ്റി എത്രയാണ്, എത്ര വർഷമായി എക്സ്പീരിയൻസ് ഉണ്ടോ, വണ്ടിയുടെ കംപ്ലീറ്റ് അദ്ദേഹം ഇങ്ങനെ യുക്തിപരമായി കാര്യങ്ങൾ ചിന്തിക്കണം. യഥാർത്ഥത്തിൽ മറ്റേ ആൾ എന്ത് ചെയ്യുന്നു? അയാൾ ഫുഡ് കഴിക്കുന്നു, പഴം കഴിക്കുന്നു, ബിസ്ക്കറ്റ് കഴിക്കുന്നു, പാട്ട് കേൾക്കുന്നു, സന്തോഷിക്കുന്നു, ഡാൻസ് ചെയ്യുന്നു. അദ്ദേഹം ഇത് ആസ്വദിക്കുകയാണ്. ഇദ്ദേഹം എന്ത് ചെയ്യാണ്? ഇതിൻ്റെ യുക്തിപരമായ ചിന്ത ഇയാൾ ടൂർ പോയെന്തിനാ? അങ്ങനെ പറയുന്ന കാഴ്ചപ്പാടുണ്ട്. ഞാൻ സങ്കല്പ ഒരു കഥ പോലെ പറഞ്ഞതാണ്. അതുപോലെയാണ് നമ്മുടെ ജീവിതം. നമ്മളിങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ചിന്തിച്ച് ഓടുന്ന ട്രെയിൻ എൻ്റെ മണ്ടേ കൂടെയാണ് ഓടുന്നത്. നമ്മളതിനകത്ത് ഇരിക്കുകയല്ലേ, നമ്മളല്ലല്ലോ ട്രെയിൻ ഓടിക്കുന്നത്. അതെ, ട്രെയിൻ നമ്മളെ മണ്ടേ കൂടെ അല്ലല്ലോ ഓടുന്നത്. ഇത് പക്ഷേ അങ്ങനെയല്ല ചിലരുടെ ചിന്ത. നമ്മുടെ മണ്ടേ കൂടെയാണ് ട്രെയിൻ, നമ്മളെ തലയ്ക്കകത്തുള്ള ട്രെയിൻ ഓടുന്ന പോലെയാണ്. അങ്ങനെ എൻ്റെ ആവശ്യമില്ല. നമ്മൾ ലളിതമായി ചിന്തിക്കുക. ഈ ആത്മീയതയൊക്കെ ഇവിടെ ഉണ്ട്, ഒരു യാഥാർത്ഥ്യമാണ്. അതും നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. താല്പര്യമുള്ളവർക്ക് പോകാം, താല്പര്യമില്ലാത്തവർ പോകുന്നില്ല. പോകുന്ന സ്ഥലത്ത് കുറേ എക്കണോമിക് ആക്ടിവിറ്റി ഇവിടെ നടക്കുന്നു, നടന്നോട്ടെ. എത്രയോ ആളുകൾക്ക് അതിൻ്റെ ഗുണമുണ്ടാകുന്നു, എത്രയോ കുടുംബങ്ങളിൽ തീ പുകയുന്നു. ഇത് മുഴുവൻ പേർക്ക് സർക്കാർ ജോലി കൊടുക്കാൻ പറ്റും? അതെ, പറ്റില്ലല്ലോ. സർക്കാർ ജോലി കൊടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ പിന്നെ എന്താ അങ്ങനെ ജോലി കൊടുക്കുന്നത്? സാമ്പത്തികമായി ജീവിക്കണം, ഭക്ഷിക്കണം. അപ്പോൾ ആ മാന്യമായ പരിപാടിയാണ്. അല്ല ഇതിനകത്ത് വേറെ കൊള്ളയും കൊലയും പരിപാടിയല്ല. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ നടക്കണം. അവിടെ ഈ സോഷ്യൽ എഞ്ചിനീയറിംഗ് സോഷ്യൽ പരിപാടിയാണ്. അത് ഉത്സവങ്ങൾ നടക്കണം, ഇതുപോലത്തെ കാര്യങ്ങൾ നടക്കണം, ആളുകൾ ഒന്നിച്ചു കൂടണം, അവർ യുക്തിപരമായി ചിന്തിക്കണം, എല്ലാം വേണം. തീർച്ചയായിട്ടും ഇത് നല്ലൊരു എക്കണോമിക് ആക്ടിവിറ്റിയും കൂടി അവിടെ നടന്നിട്ടുണ്ട്. പ്രയാഗ് രാജിൽ നടന്നു. അത് അഭിനന്ദിക്കേണ്ടതാണ്.